ഹലോ നമസ്കാരം. സനുവിനുള്ള വീഡിയോയാണ്. സനുവിനെ കണക്കൊരു സ്ത്രീയാണ് ഞാനേ ആരെയും പേടിക്കത്തില്ല. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. സനുവിനൊന്ന് ചിന്തിക്കാമല്ലോ. സനുവിൻ്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ചാരന്മാർ കയറുന്നുണ്ടോ? കയറത്തില്ല. എന്താ കാരണം? നട്ടലുള്ളവരാരും അങ്ങനെ ചെയ്യത്തില്ല. നീ തന്തയ്ക്ക് പറക്കാത്തതായത് കൊണ്ട് തന്നെ നീ പിന്നെ ഫിജോയുടെ ഗ്രൂപ്പിനകത്ത് ആളിനെ ചാരന്മാരെ വിട്ടത്. അന്നേരം അവിടെ ഇരുന്ന ആൾക്കാർ വോയിസ് ഇടുന്ന മൊത്തം എടുത്ത് നീ ഇപ്പം ലൈവ് ചെയ്ത് പുറത്ത് വിടുന്നത്. നിനക്ക് നാണമില്ലേ? നീ ലൈവിൽ ചീത്ത പറയുന്നതാണ് അവർ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യുന്നത്. അന്നേരം ആരായാലും പറഞ്ഞു പോയി നിൻ്റെ ചീത്ത വിളി കേൾക്കുമ്പം. ഒരു മൈമൂന നിൻ്റെ ചാരനായിരുന്നു. ആ മൈമൂന അതിനകത്ത് കയറി ഒത്തിരിയൊക്കെ പ്രസംഗിച്ചതാണ്. ഇപ്പം വന്ന് സോറി പറയാൻ നാണമില്ലേ? ഇവളെടുത്ത് സോറി ചോദിക്കാൻ. നിങ്ങൾ ഇസ്ലാമാണെങ്കിൽ നിങ്ങളിത് ചെയ്യുമായിരുന്നോ? നട്ടെല്ലാം നുവർന്ന് നിൽക്കുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ നിങ്ങളിത് ചെയ്യത്തില്ലായിരുന്നു. ഇവളെടുത്ത് സോറി ചോദിക്കാൻ നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലാതായിപ്പോയോ? അയ്യേ, കുറച്ചൊക്കെ വേണമായിരുന്നു. നീ എല്ലാവരെയും വോയിസ് എടുത്തിട്ട് പുറത്ത് എന്നിട്ട് ആണുങ്ങളെയൊക്കെ നീ എന്ത് ചീത്തയാണ് പറയുന്നത്? അങ്ങനെയൊക്കെയാണോ? നീ ഒരു പെണ്ണാണോ? നിനക്ക് ചീത്ത പറയാമെന്നുള്ള ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. നീ എപ്പോഴും ഇരുന്ന് അതിനകത്തുള്ളവന്മാരെല്ലാം മറ്റവളാ മറിച്ചവളാന്ന് പറയാൻ ആദ്യം പോയി നീ നന്നാവണം. അല്ലാതെ ബാക്കിയുള്ളവരെ പറയാൻ നടക്കരുത്. ഗ്രൂപ്പിനകത്ത് നിൻ്റെ ചാരന്മാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ നീ ഇടുന്ന ലൈവുകൾ കണ്ടിട്ട് തന്നെ അതിനകത്ത് അവർ പറയുന്നത്. അതിനിപ്പം നീ എടുത്തു വെച്ച് ലൈവിനകത്ത് വോയിസ് പുറത്തോട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിനക്കെന്തോ വേണം? ആ ഗ്രൂപ്പിനകത്ത് ആരെങ്കിലും ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതിനകത്ത് നിൻ്റെ ചാരന്മാരെ വിട്ട് ചാരന്മാരുണ്ടെന്ന് അതിനകത്തറിയാം. ആ ചാരന്മാർ നിനക്ക് വോയിസുകൾ തരുന്നുമുണ്ട്. ഇനി വെറുതെ എന്തിനാ അതിനകത്ത് കിടക്കുന്ന അന്തങ്ങളെ പറയുന്ന? നീയും നിൻ്റെ അന്തങ്ങളും ഞങ്ങളെ പറയുന്നില്ലേ? ഞാൻ ആ ഗ്രൂപ്പിലുള്ളതാ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഉള്ളതാ. എൻ്റെ ആവശ്യത്തിന് ഞാൻ സംസാരിക്കും. പക്ഷേ എന്നെ തിരിച്ച് പറഞ്ഞാൽ ഞാൻ തിരിച്ച് അതേപോലെ മറുപടി പറയുകയും ചെയ്യും. എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണക്ക് ചുമ്മാ ഇരുന്ന് ചീത്ത പറയാൻ പറ്റില്ല. ആവശ്യത്തിനേ പറയത്തുള്ളൂ. ഇത് നീ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാവരെയും തന്തയും തള്ളയും പെങ്ങളെയും പിന്നെ മോളെയും ഒക്കെയാണ് നീ പറയുന്നത്. നീ ആരെയും പറയാതില്ലാത്തത്? ആർക്കെങ്കിലും ഒരു വീടായിക്കോട്ടെ, നിനക്കെന്തോ വേണം? അതിനുശേഷമാണല്ലോ നിനക്ക് ഇത്ര ഇതൊക്കെയാണ്. ആരെങ്കിലും ഒരു വീട് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ. അർഹതപ്പെട്ടതല്ലെങ്കിലും അർഹതപ്പെട്ടതാണെങ്കിലും അങ്ങ് പോയിക്കോട്ടെ. ഞങ്ങളൊക്കെ കണക്കുള്ളവർ കൊടുക്കുന്ന കാശല്ലേ. സനുവിൻ്റെ അന്തങ്ങളിരുന്ന് ലൈവിനകത്ത് പറയുന്നുണ്ടല്ലോ ഗ്രൂപ്പ് അതാണ് ഇതാണെന്നൊക്കെ. ആ പറയുന്നവരോട് ഞാൻ ചോദിക്കുക, സനു നല്ലതാണോ? സനു നല്ലതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള മറുപടി തരാം. സനു ഒന്നും പറയാതിരിക്കുവാണോ ലൈവിനകത്ത്? എന്തൊക്കെ ചീത്തകളാണ് സനു പറയുന്നത്? സനുവിന് ആവശ്യത്തിന് പറയാം. എല്ലാവരുടെയും ലൈസൻസ് നിൻ്റെ കയ്യിൽ തന്നേക്കുമല്ല നിനക്ക് പറയാൻ. കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. നീ ഒരു പെണ്ണല്ലേ? നിനക്ക് ജോലിക്കും കൂലിക്കും പോവണ്ടേ? നീ വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ ചോര കുടിക്കാനായിട്ട് അങ്ങ് ഇരിക്കുവാണോ? പദമുള്ളിടത്തെ കത്തി കയറത്തോളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്നേരം നിനക്ക് ആരെങ്കിലും പുറത്ത് കയറിക്കൊണ്ടിരിക്കണം. ഇച്ചിരി അങ്ങ് മാന്യതയായിട്ട് സംസാരിക്കുക. നീ ഒരു പെണ്ണാണെന്ന് വിചാരിക്കുക. നിനക്ക് ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം ആദ്യം ചീത്ത പറയാൻ. അവരൊക്കെ എന്തൊക്കെയാ ഓരോരുത്തർ ലൈവിനകത്തിരുന്ന് സംസാരിക്കുന്നത്? എല്ലാവരെയും അങ്ങനെ പറയരുത്. നാണോ മാനോ ഇല്ലാത്തൊരു സ്ത്രീ. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാ.